ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു മാസത്തെ ശേഷം ഞാൻ പിന്നെ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ന്യൂസിലേക്ക് കേൾക്കാം. നോഡ് CE2 5Gയുടെയും നോഡ് 2Tയുടെയും പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നോഡ് CE2 5Gയുടെ ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 25,000-ൻ്റെയാണ്. ഈ നോഡ് 2Tയുടെ 35,000-ൻ്റെ. സാംസങ്ങിന് എന്ത് പറ്റിയെന്നല്ല, സാംസങ്ങിൻ്റെ നോട്ട് 20 സീരീസ്, നോട്ട് 20 ഫോൺസിൽ വരുന്ന ആ സീരീസിൽ വരുന്ന ഫോൺസിന് ഈ മാസം ഫെബ്രുവരി വരാനിരുന്ന അപ്ഡേറ്റ് അവർ ജാനുവരി ലാസ്റ്റ് വീക്കെ കൊടുത്തു. എന്ത് പറ്റിയെന്നറിയില്ല സാംസങ്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് സാംസങ്ങിൻ്റെ S22 സീരീസിൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അല്ല, പകരം 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങാണ്. പക്ഷേ ബോക്സിൽ ചാർജറില്ല. ഈ ആപ്പിൾ തുടങ്ങിയതിനു ശേഷമാണ് ഓരോ തമ്മിൽ തുടങ്ങിയത്, ഓർമ്മയുണ്ടല്ലോ അല്ലേ? പെട്ടിയിൽ ചാർജറില്ല, ചാർജർ വേറെ വാങ്ങിക്കാം. പക്ഷേ 45 വാട്ട് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ചീപ്പായിട്ടുള്ള ഒരു ഐഫോൺ വേണം, ജിയോണി പുതിയ ഐഫോണുമായിട്ട് വരുന്നുണ്ട്. ഒരു ഏതോ ഒരു കമ്പനിയാണ്, കൊറിയയോ ചൈനയോ ഉള്ള ഒരു കമ്പനി, ചൈന കമ്പനിയാണെന്ന് തോന്നുന്നു. ഇത് ഐഫോണിൻ്റെ സെയിം ഡിസൈൻ കോപ്പി അടിച്ച് വെച്ചിരിക്കുന്നവന്മാർ, അച്ചടിച്ച പോലെയുണ്ട്. അതേ സെയിം ഡിസൈൻ, നോച്ച് ഉൾപ്പെടെ. നോച്ചൊക്കെ എന്തെയാണ്, പക്ഷേ ഡിസൈൻ ചെയ്യുന്നില്ല. നോച്ചുണ്ട്, ക്യാമറ അതേ ഡിസൈൻ, ഫുൾ ഡിസൈൻ, സെൻസർ എല്ലാം അതേ ഡിസൈനാണ്. പക്ഷെ അതേ ഫീച്ചേഴ്സ് ഇല്ല. പക്ഷേ നോർമലി ബഡ്ജറ്റ് റേഞ്ചിലുള്ള നല്ലൊരു ഫോണാണ് ജിയോണിയുടെ ഈ ഫോൺ വരുന്നത്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ യൂണിസോക്കിൻ്റെ ചിപ്സെറ്റ് വരുന്നുണ്ട്. ഈ ഹുവാവിയുടെ ഹോണർ OS ആണ് വരുന്നത്. നല്ലൊരു ബഡ്ജറ്റ് ഫോണാണ്, ബെറ്റർ. റിയൽമി 9 പ്രോയും 9 Pro പ്ലസും ഫെബ്രുവരി 15-ന് റിലീസാവുന്ന റൂമറുണ്ട്. നല്ലൊരു ഫോണാണ്. 9 പ്രോയുടെ ബഡ്ജറ്റ് റേഞ്ച് വരികയാണെങ്കിൽ ഏകദേശം 20,000 താഴെയാണ് വരുന്നത് 9 പ്രോയുടെ. ഇതിൻ്റെ 9 പ്രോയുടെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വിത്ത് ആമോലെഡ് ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൻ്റെ 695-ൻ്റെ ചിപ്സെറ്റാണ് വരുന്നത്. നല്ലൊരു ഫോണാണ്. പാനസോണിക് പുതിയ ലെൻസ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതായത് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ ലെൻസിനെ കാട്ടിയും ചീപ്പാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. നോക്കാം. iOS-ൽ 15.4 എന്ന പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇതിൽ ഫേസ് ID മാസ്ക് ഇട്ട് ഇനി റെക്കഗ്നൈസ് ചെയ്യും. നോർമലി മാസ്ക് ഇല്ലാതെ റെക്കഗ്നൈസ് ചെയ്യാറില്ല. ഇപ്പോൾ ഈ അപ്ഡേറ്റ് കൊണ്ട് മാസ്ക് ഇട്ടാൽ നമ്മൾ ഫേസ് ID ഐഫോൺ റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, ഇത് എല്ലാ ഐഫോൺസിനും ഇല്ല. iPhone 10, iPhone XS ഇതിലൊന്നുമില്ല. iPhone 12 തൊട്ടുള്ള ഫോൺസിൽ, iPhone 12, iPhone 12 Pro, 13 Pro ഇതുപോലത്തെ ഫോൺസിന് മാത്രമേ ഉള്ളൂ. ഇതിൽ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആപ്പിൽ എല്ലാ ആപ്സിനും കൊടുത്തിട്ടില്ല. ചില ആപ്സിന് മാത്രമേ അത് സപ്പോർട്ട് ചെയ്യാറുള്ളൂ. ആപ്സിന് ഡെവലപ്പേഴ്സിന് ഈ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് അവർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല ഇതുവരെ. ഈ അപ്ഡേറ്റ് കൊണ്ട് എല്ലാ ആപ്സും ഇനി മുതൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് സപ്പോർട്ട് ചെയ്യും. ഐപാഡിന് ചിലപ്പോൾ വാട്സപ്പ് വരുമായിരിക്കും എന്ന് റൂമറുണ്ട്. വന്നാൽ നല്ലതാണ്. കാരണം ഐഫോണിൻ്റെ അത്ര വിലയില്ല, നല്ല വലിയ ഡിസ്പ്ലേ ആണ്. ഐപാഡ് മിനിയിൽ ഒരു LTE വേരിയൻ്റ്, സിം ഇടാൻ പറ്റുന്ന ഒരു വേരിയൻ്റ് ഉണ്ട്. അതിൽ നമുക്ക് വാട്സപ്പ് കോളൊക്കെ ചെയ്യാൻ പറ്റും, പൊളിക്കും. യൂട്യൂബ് ഷോർട്സിൽ പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ വോയിസ് ഓവർ ചെയ്യാം. ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിലുള്ള വോയിസ് ഓവർ ചെയ്യാറുണ്ടോ? വോയിസ് ഓവർ ഉപയോഗിക്കാറുണ്ടോ? നോർമലി കുറവെന്നല്ല, ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിനിടയ്ക്കാണ് നമ്മൾ യൂട്യൂബ് ഷോർട്സിലും കൂടി കൊണ്ടുവരുന്നത് വോയിസ് ഓവറിൽ ക്രിയേറ്റേഴ്സ് നോക്കുക. അങ്ങനെ ഫേസ്ബുക്ക് മെസ്സഞ്ചറും end-to-end എൻക്രിപ്റ്റഡ് ആയിരിക്കുകയാണ്. ഇനി മോണിറ്റർ ചെയ്യുമെന്ന് പേടിക്കണ്ട. ക്രിപ്റ്റോ കറൻസി ഒരു സൈബർ ടീം ഹാക്ക് ചെയ്തു. ഒരു കമ്പനിയുടെ ക്രിപ്റ്റോ കറൻസിയാണ് ഹാക്ക് ചെയ്ത് ഏകദേശം $80 മില്യൺ ക്രിപ്റ്റോ കറൻസി ഇവർ ഹാക്ക് ചെയ്തു. എന്താ ചെയ്യുക? ക്രിപ്റ്റോ കറൻസി ഈസ് ടേക്കിംഗ് റിസ്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഐസേജ് കണ്ടിട്ടില്ലാത്തവർ കുറവായിരിക്കാം. ഐസേജ് മൂവീസ്, അതിൽ ഫസ്റ്റ് കാലം തൊട്ടേ ഒരു സ്ക്വിറലുണ്ട്, സ്ക്രാറ്റ് ദ സ്ക്വിറൽ എന്ന് പറഞ്ഞു. അതിൻ്റെ റൈറ്റ്സ് ഡിസ്നിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒറിജിനൽ ക്രിയേറ്റർ അതിൻ്റെ റൈറ്റ്സ് തിരിച്ചു വാങ്ങിയിരിക്കുകയാണ്. ഈ ഇടയ്ക്ക് ഇറങ്ങിയ, അതായത് ജനുവരി 28 ഇറങ്ങിയ
ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ തുടങ്ങിയ ഐസ് ഏജിൻ്റെ 6th പാർട്ട് എന്ന് പറയുകയാണെങ്കിൽ പറയാം. ഐസ് ഏജ് ദി അഡ്വഞ്ചേഴ്സ് ഇൻ ബക്ക് വൈൽഡ് എന്ന് പറയും. നല്ലൊരു സിനിമയാണ്, ഞാൻ കണ്ടായിരുന്നു. പക്ഷേ അതിൽ സ്ക്രാറ്റ് ദി സ്ക്വിറൽ ഇല്ല. ഞാൻ കുറേ നോക്കി, പിന്നെയാണ് ഞാൻ അറിയുന്നത് സ്ക്രാറ്റിൻ്റെ റൈറ്റ്സ് തിരിച്ചു വാങ്ങിയിരിക്കുകയാണ്. സ്ക്രാറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ഇപ്പം കോമഡി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ന്യൂസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്.